ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിങ്ങനെ എന്താ അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, ഒരു രാജാരവിവർമ്മയുടെ പെയിൻറ്റിങ്സ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും കുറച്ച് പോസൊക്കെ വെച്ച് നമുക്കൊരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഹസ്ബൻഡാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു സാരിയൊക്കെ വിരിച്ച് എന്താ പറയുക, ഒരു തട്ടിക്കൂട്ടിയ ഫോട്ടോഷൂട്ട്. എന്താവും ഇതിൻ്റെ റിസൾട്ട് എന്നൊന്നും അറിയില്ല. റിസൾട്ട് ഇതിൻ്റെ വീഡിയോ തീരുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. മുല്ലപ്പൂ ഒന്നും കിട്ടിയില്ല, പകരം ഞാൻ ചെത്തിപ്പൂവൊക്കെയാണ് കോർത്ത് റെഡിയാക്കിയത്. ഹസ്ബൻഡ് ഇപ്പോൾ ബാക്കിൽ സ്ഥലത്ത് തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അലക്കിയ തുണികൾ അതെല്ലാം മാറ്റി. അവിടെ കർട്ടനാണ് നമ്മൾ ആദ്യം ഇട്ട് നോക്കിയത്, പക്ഷേ അത് ശരിയായില്ല. പിന്നെ നമ്മൾ സാരി ഇട്ടു. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്, കുറച്ച് പഴവും സാധനങ്ങളുമൊക്കെ. പിന്നെ നമുക്ക് സ്റ്റൂളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലൊരു പുതപ്പൊക്കെ വിരിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഹസ്ബൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ കുട്ടിയുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അവനവിടെ നടന്ന് ഇവിടെയൊക്കെ പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ തുണികളെല്ലാം മാറ്റി സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഭാഗത്തേക്ക് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് നോക്കാനായിട്ട് ഞാനൊന്ന് ഇരുന്ന് നോക്കി, ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ക്ലിപ്പൊക്കെ കൊണ്ടുവന്ന് സാരി അവിടെ പ്ലക്ക് ചെയ്തിട്ടു. എന്തായാലും ഇതുപോലെ ചെറിയ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്നെ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് സ്റ്റുഡിയോയിൽ പോയി എടുക്കുക അതിൻ്റെയൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്, ബാക്ക്ഗ്രൗണ്ടിനായിട്ട് നമുക്ക് കളറിൻ്റെ സാരി ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെഫറൻസായിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ഗൂഗിളിൽ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറുക്കൻ വന്നിട്ട് ഇവിടെ കിടന്ന് അലമ്പുന്നുണ്ട്. നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് ഇരിക്കുന്നതാണ് ബെറ്റർ എന്ന് മനസ്സിലായി. പിന്നെ നമ്മളിത് റെഫർ ചെയ്ത രാജാരവിവർമ്മയുടെ ഒറിജിനൽ പെയിൻറ്റിങ്സും ഞാനിതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. ഇങ്ങനെ ഇരുന്നു. ഇനി കുറച്ച് പോസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇന്നത്തെ രാജാരവിവർമ്മ ഫോട്ടോഷൂട്ട് ഫ്ലോപ്പ് ആയോന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഫ്ലോപ്പ്. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഫോട്ടോ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര ചൂട്. ശരി, ഓക്കെ, ബൈ ബൈ.